വർക്കലയിൽ ഗൃഹനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തിങ്കളാഴ്ച സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാവിലെ വീണ്ടും തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ തുടരും. പ്രതികളായ വർക്കല വെട്ടൂർ ആശാൻമുക്ക് സ്വദേശിയായ ജാസിം, താഴെവെട്ടൂർ സ്വദേശികളായ ഹായിസ്, നൂഹു, സെയ്തലി, ആഷിർ എന്നിവരെയാണ് വർക്കല പോലീസ് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടുകൂടി സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രതികളെ കൃത്യം നടന്ന സ്ഥലത്തെത്തിക്കുമ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി മുൻകരുതൽ എന്നോണം വൻ പോലീസ് സന്നാഹത്തിലാണ് പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ചത്. ഷാജഹാനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനായി ഉപയോഗിച്ച ഇരുമ്പ് കമ്പി സംഭവസ്ഥലത്തു നിന്നും അല്പം മാറി തീരദേശ മേഖലയിലെ കുറ്റിക്കാട്ടിൽ നിന്നും പ്രതികൾ എടുത്ത് പോലീസിന് നൽകി. ഷാജഹാനെ അടിക്കാൻ ഉപയോഗിച്ച ഇരുമ്പു ചങ്ങല പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്ന കൊല്ലത്തുള്ള ബന്ധുവീട്ടിൽ നിന്നും കണ്ടെടുത്തു. തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ നീണ്ടു. പ്രതികൾ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം, കൊലയ്ക്ക് ഉപയോഗിച്ച മറ്റ് ആയുധങ്ങൾ എന്നിവ കണ്ടെടുക്കുന്നതിനായി ഇന്നു രാവിലെ മുതൽ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ തുടരും. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരെയും ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരെയും പ്രതികളാക്കുമെന്നും വർക്കല SHO പ്രവീൺ JS അറിയിച്ചു. വർക്കല താഴെവെട്ടൂരിലും സമീപ പ്രദേശങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങൾ ഒത്തുകൂടുന്നതിനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനുമായി ഒത്തുകൂടുന്ന കേന്ദ്രത്തെക്കുറിച്ച് ഷാജഹാനും ബന്ധുവും ചേർന്ന് വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ലഹരി വസ്തുക്കൾ കണ്ടെടുത്തെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാർ ഈ കേന്ദ്രം അടിച്ചു തകർത്തിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയെന്നോണം 5 അംഗ സംഘം ക്രിസ്മസ് തലേന്ന് രാത്രി 9 മണിയോടുകൂടി പതിയിരുന്ന് ഇരുചക്ര വാഹനത്തിൽ വന്ന ഷാജഹാനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബീക്കൺ ന്യൂസ്, വർക്കല.